ഇന്ത്യ ചരിത്രത്തിൽ ആദ്യമായി 12 ആണവ പോർമുനകൾ വിക്ഷേപണ സജ്ജമായി വിന്യസിച്ചതായി സ്വീഡൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അന്താരാഷ്ട്ര പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് തങ്ങളുടെ 2026 വാർഷിക റിപ്പോർട്ടിൽ വ്യക്തമാക്കിയതാണ് ഇത്. സാധാരണയായി സമാധാനകാലത്ത് ആണവ പോർമുനകളും അവ തൊടുത്തുവിടാനുള്ള മിസൈലുകളും പ്രത്യേക കേന്ദ്രങ്ങളിൽ വേർതിരിച്ചു സൂക്ഷിക്കുന്നതാണ് ഇന്ത്യയുടെ പതിറ്റാണ്ടുകളായുള്ള ശൈലി. എന്നാൽ ഇതിൽ നിന്ന് മാറി ഏത് അടിയന്തര സാഹചര്യത്തിലും ഉടനടി തിരിച്ചടിക്കാനാകുന്ന പാകത്തിൽ ഇവ വിന്യസിച്ചു എന്നതാണ് പുതിയ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഇന്ത്യയുടെ ആകെ ആണവ പോർമുനകളുടെ എണ്ണം 2025 180 നിന്ന് 2026 190 ഉയർന്നിട്ടുണ്ട്. ഇതിൽ 12 എണ്ണമാണ് വിക്ഷേപണ സജ്ജമാക്കി വിന്യസിച്ചിരിക്കുന്നത്. ഭൂഗർഭ മിസൈൽ സിലോകളിലും കടൽ മാർഗമുള്ള ആണവ പ്രതിരോധ പെട്രോളിംഗിനായി IINS അരികാന്ത് പോലുള്ള പുതിയ ആണവ അന്തർവാഹിനികളിലുമാണ് ഇവ സ്ഥാപിച്ചിരിക്കുന്നത്. ആണവ ആക്രമണം ഉണ്ടായാൽ മാത്രം ആദ്യം തിരിച്ചടിക്കുക എന്ന ഇന്ത്യയുടെ നോ ഫസ്റ്റ് യൂസ് നയത്തിൽ മാറ്റം വരുത്തിയിട്ടില്ല. എങ്കിലും അതിർത്തിയിലെ വെല്ലുവിളികളും അയൽരാജ്യങ്ങളുടെ വർദ്ധിച്ചുവരുന്ന ആണവശേഷിയും കണക്കിലെടുത്ത് പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിനാണ് ഈ വിന്യാസം. നിലവിൽ പാകിസ്ഥാന്റെ കൈവശമുള്ള ആണവായുധങ്ങളുടെ എണ്ണം 170 തന്നെ തുടരുകയാണ്. അതേസമയം വിന്യസിച്ച അവസ്ഥയിലുള്ള ആണവ പോർമുനകളുടെ കാര്യത്തിൽ ചൈനയ്ക്ക് 34 എണ്ണമുണ്ട്. ഒരൊറ്റ മിസൈലിൽ ഒന്നിലധികം ആണവായുധങ്ങൾ വഹിക്കാൻ ശേഷിയുള്ള അത്യാധുനിക MRIV സാങ്കേതിക വിദ്യയിലേക്കും ദീർഘദൂര മിസൈലുകളിലേക്കും ഇന്ത്യ ഇപ്പോൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്. മുൻകാലങ്ങളിൽ ഇന്ത്യ തങ്ങളുടെ ആണവ പോർമുനകളും അവ വിക്ഷേപിക്കേണ്ട മിസൈലുകളും വെവ്വേറെ കേന്ദ്രങ്ങളിലാണ് സൂക്ഷിച്ചിരുന്നത്. എന്നാൽ പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം 12 ആണവ പോർമുനകൾ മിസൈലുകളിലോ അല്ലെങ്കിൽ ആണവ അന്തർവാഹിനികളിലോ എപ്പോൾ വേണമെങ്കിലും തൊടുക്കാവുന്ന രീതിയിൽ ഘടിപ്പിച്ചു കഴിഞ്ഞു. ചൈനയുടെ ആണവശേഖരം വളരെ വേഗത്തിലാണ് വളരുന്നത്. നിലവിൽ അവരുടെ കൈവശം 500-ലധികം ആണവ പോർമുനകളുണ്ട്. അതിൽ ചിലത് അവർ പൂർണ്ണ സജ്ജമായി വിന്യസിച്ചിട്ടുമുണ്ട്. പാകിസ്ഥാന്റെ കൈവശം ഏകദേശം 170 ആണവായുധങ്ങളുണ്ട്. എന്നാൽ ഇന്ത്യയെപ്പോലെ അവ മിസൈലുകളുമായി ഘടിപ്പിച്ച് ഓപ്പറേഷണൽ ഡിപ്ലോയ്മെന്റ് രീതിയിൽ നിലവിൽ വിന്യസിച്ചിട്ടില്ല. ഒരൊറ്റ മിസൈലിൽ ഒന്നിലധികം ആണവ പോർമുനകൾ ഘടിപ്പിച്ച് ഒരേ സമയം വ്യത്യസ്ത ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് അയക്കാൻ കഴിയുന്ന വിദ്യയാണിത്. ഇന്ത്യ അടുത്തിടെ അഗ്നി 5 മിസൈലിൽ ഇത് വിജയകരമായി പരീക്ഷിച്ചിരുന്നു. ശത്രുരാജ്യം ആദ്യം ആക്രമിച്ചാലും കടലിനടിയിലുള്ള അന്തർവാഹിനികൾ ഉപയോഗിച്ച് ഇന്ത്യക്ക് ശക്തമായി തിരിച്ചടിക്കാൻ ഈ പുതിയ വിന്യാസം സഹായിക്കും. ഇന്ത്യ ഒരു ആണവ ത്രിതല ശക്തിയാണ്. അതായത് കരയിൽ നിന്നോ കടലിൽ നിന്നോ വായുവിൽ നിന്നോ ആണവായുധം തൊടുക്കാൻ ശേഷിയുള്ള രാജ്യമാണ് ഇന്ത്യ. എന്നാൽ ഈ 12 ആണവ പോർമുനകൾ ഘടിപ്പിച്ച മിസൈലുകൾ ആണവ അന്തർവാഹിനികളിലാണോ അതോ കരയിൽ നിന്ന് തൊടുക്കുന്ന ബാലിസ്റ്റിക് ക്രൂയിസ് മിസൈലുകളിലാണോ അതോ ആകാശത്ത് നിന്ന് തൊടുക്കാവുന്ന രീതിയിൽ ബാലിസ്റ്റിക് ക്രൂയിസ് മിസൈലുകളിലാണോ എന്ന കാര്യം വ്യക്തമാക്കിയിട്ടില്ല. എന്തായാലും ചൈനയെ ലാക്കാക്കണമെങ്കിൽ അഗ്നി 5 അഗ്നി 6 പോലുള്ള ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകളിലും ആണവ പോർമുന ഘടിപ്പിച്ചിരിക്കാം. ശബ്ദത്തേക്കാൾ 5 മടങ്ങിലധികം വേഗതയിൽ കുതിക്കുന്ന ഈ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾക്ക് 11,000 മുതൽ 12,000 കിലോമീറ്റർ വരെ ദൂരത്തിലേക്ക് പോകാൻ കഴിയും. ഇന്ത്യയും ചൈനയും തമ്മിൽ 6,316 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. അതുപോലെ അരിഹന്ത് ശ്രേണിയിലുള്ള SSBN അന്തർവാഹിനികൾക്കും ചൈനയിലേക്ക് ആണവ മിസൈൽ അയക്കാൻ സാധിക്കും. INS അരിഹന്ത്, INS അരികാട്, INS അരിധമൻ എന്നിങ്ങനെ 3 അന്തർവാഹിനികളാണ് ആണവ പോർമുന ഘടിപ്പിച്ച മിസൈലുകൾ തൊടുക്കാൻ പ്രാപ്തമായത്. അന്തർവാഹിനികളിൽ നിന്ന് തൊടുക്കാൻ K5, K14 എന്നീ ആണവ പോർമുന വഹിക്കുന്ന മിസൈലുകൾ ഇന്ത്യ വികസിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ ഇന്ത്യയുടെ സുഖോയ് 30 MK-1 യുദ്ധവിമാനത്തിന് ആണവ പോർമുന ഘടിപ്പിച്ച ബ്രഹ്മോസ് മിസൈലിനെ വഹിക്കാൻ കഴിയും. അതുപോലെ റഫാൽ, മിറാഷ് യുദ്ധവിമാനങ്ങളിൽ നിന്നും ആണവ പോർമുന ഘടിപ്പിച്ച മിസൈലുകൾ തൊടുക്കാൻ സാധിക്കും. ഇതുവരെ ഭൂമിക്കടിയിൽ നിർമ്മിച്ചിരിക്കുന്ന ആണവ പോർമുനകളും അവ തൊടുക്കാനുള്ള മിസൈലുകളും പ്രത്യേകം കോൺക്രീറ്റ് അറകളായ സിലോകൾക്ക് ഉള്ളിലാണ് സുരക്ഷിതമായി ഇന്ത്യ സൂക്ഷിച്ചിരിക്കുന്നത്. കനത്ത ഉരുക്ക് കവചങ്ങളുള്ള വാതിലുകളാണ് സിലോകൾക്കുള്ളത്. വിക്ഷേപണ സമയത്ത് മാത്രമേ ഈ വാതിലുകൾ തുറക്കൂ. ആണവാക്രമണങ്ങളെ പോലും പ്രതിരോധിക്കാൻ തക്കവണ്ണം അതികഠിനമായ സുരക്ഷാ സംവിധാനങ്ങൾ ഇവയ്ക്കുണ്ട്. റഡാർ ഉപഗ്രഹങ്ങൾ, ഭൂകമ്പ സെൻസറുകൾ എന്നിവ ഉപയോഗിച്ചാണ് സിലോകളുടെ സുരക്ഷ ഉറപ്പാക്കുന്നത്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് പോലുള്ള രാജ്യങ്ങൾ തങ്ങളുടെ പ്രധാന ആണവായുധങ്ങളുടെ നല്ലൊരു പങ്കും ഇത്തരത്തിലുള്ള സിലോകളിലാണ് വിന്യസിച്ചിരിക്കുന്നത്. യുദ്ധമുണ്ടായാൽ ആവശ്യമെങ്കിൽ ഈ ആണവ പോർമുനകൾ പുറത്തെടുത്ത മിസൈലുകൾ ഘടിപ്പിച്ച് തൊടുക്കാവുന്നതാണ്. എന്നാൽ ഈ മെല്ലപ്പോക്ക് അവസാനിപ്പിച്ച് ഇപ്പോഴേ മിസൈലുകളിൽ ആണവ പോർമുനകൾ ഘടിപ്പിച്ച് ആക്റ്റീവായി വിന്യസിച്ചിരിക്കുകയാണ്. ആണവ പോർമുനകളുള്ള 9 രാജ്യങ്ങളുണ്ട്. US, റഷ്യ, UK, ഫ്രാൻസ്, ചൈന, ഇന്ത്യ, പാകിസ്ഥാൻ, ഉത്തര കൊറിയ, ഇസ്രയേൽ എന്നിവയാണ് ആ രാജ്യങ്ങൾ. 2026 ജനുവരിയിലെ കണക്കനുസരിച്ച് ഇന്ത്യ 12 ആണവ പോർമുനകൾ വിന്യസിച്ചപ്പോൾ ചൈനയുടെ കൈവശം 34 എണ്ണമുണ്ടായിരുന്നു. ചൈനയുടെ കാര്യത്തിൽ 2025 ഇത് 24 നിന്ന് വർദ്ധിച്ചു. അമേരിക്ക 1770 വാർഹെഡുകൾ വിന്യസിച്ചപ്പോൾ റഷ്യ 1796 എണ്ണം വിന്യസിച്ചു. ഫ്രാൻസ് 280 വാർഹെഡുകൾ വിന്യസിച്ചു. 3-ാം സ്ഥാനത്ത് UK 120 വാർഹെഡുകൾ വിന്യസിച്ചു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.